ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കോഴിക്കോട് വരെ പോകുന്ന ഒരു ബ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു കഴിഞ്ഞു. സാധാരണ കോഴിക്കോട് യാത്രയിൽ നമ്മൾ ജനറലോ അല്ലെങ്കിൽ സ്ലീപ്പറോ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പ്രാവശ്യം ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചു. AC ചെയറിലാണ് നമ്മൾ പോകുന്നത്. അടുത്തിരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി ഓരോ സ്റ്റേഷനിലായപ്പോൾ പോയി. നമ്മളും അങ്ങനെ കോഴിക്കോട് ഇപ്പം എത്തി. അപ്പം നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗായ്സ്. ഊബർ, ഓട്ടോയോ ടാക്സിയോ ഒന്നും കോഴിക്കോട് അവൈലബിൾ അല്ല. ഞാൻ അവിടെ നോക്കിയിട്ട് കുറേ നേരം നിന്നിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് ബസ് കയറി ഇങ്ങ് പോകുന്നു. റോയൽ പ്ലാസ സിറ്റി എന്ന് പറഞ്ഞാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിന്റെ പേര്. ഇതാണ് നമ്മുടെ റൂം സെറ്റപ്പ്. ഇപ്പോൾ ഇവിടെ ഫോണൊക്കെ ഉണ്ട്. നമുക്ക് റിസപ്ഷന് വേണമെങ്കിൽ ഫോണിൽ വിളിക്കാവുന്നതാണ്. ഒരു കുപ്പി വെള്ളവും കൊടുത്തിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ റൂം ഇതാണ് സെറ്റപ്പ് വരുന്നത്. TV ഉണ്ട്, ഒരു മിററൊക്കെ നമുക്കുണ്ട്, നമ്മൾ തുണിയോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊരു ബാത്റൂം ഫെസിലിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഒരു ഓവർവ്യൂ ഒന്ന് കാണാം. ഈ റൂമിന്റെ മനോഹരമായ വ്യൂ ആണ്. നല്ല കിടിലൻ റൂം, AC റൂം. അത്യാവശ്യം നല്ല ഒരു റേറ്റിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല വൃത്തിയുണ്ട് റൂമിന്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു ബ്രഷും ഒരു സോപ്പും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഹോട്ടലിൽ ഇങ്ങനെ ഞാൻ കാണാറില്ല. രാത്രിയായി നമ്മൾ പാരഗൺ ഹോട്ടലിൽ പോയി നമ്മളൊരു ബിരിയാണി കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ചിക്കൻ ബിരിയാണി കിട്ടിയില്ല. ഈ ഈന്തപ്പഴം അച്ചാറ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇവിടെ ഉപയോഗിച്ചിരുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ നാടൻ ചിക്കനാണ്. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, കട്ടിയുണ്ട്. സാധാരണ ബ്രോയിലർ കോഴി എടുക്കുന്നതിൻ്റെ ഒരു ഇതല്ല. പിന്നെ ഈന്തപ്പഴ അച്ചാറും നമ്മൾ ആ ചിക്കനും ചോറും എല്ലാം കൂട്ടി ഒരു പിടിപിടിച്ചു. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഈ സലാഡും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സാധനം എന്താണ്ട്, ഈ മസാലക്കൂട്ടാണ് ഈ ബിരിയാണിയിലുള്ള. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ. ആർക്കെങ്കിലും കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉറപ്പായും ഫുഡ് കഴിക്കുക. അങ്ങനെ നമ്മൾ റൂം എത്തി. അങ്ങനെ നമ്മൾ കാർഡ് കാണിച്ചു, ലോക്ക് തുറന്നു, നമ്മൾ റൂമിൽ എൻ്റർ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി, നമ്മൾ റെസ്റ്റ് എടുത്തു. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങി. നല്ല പാലപ്പവും നല്ല ചിക്കൻ കറിയും കിട്ടി. അത് ഒരു കുട്ടി ഒരു പിടി പിടിച്ചു. റൂമിനോട് ടാറ്റ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ യാത്ര പോയി. എവിടെ എത്തി? നമ്മൾ അക്കേഷ്യ എന്ന സർവേലൻസിന്റെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പം ഇവിടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷം അതെല്ലാം കഴിഞ്ഞു. വൈകുന്നേരമായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് സ്ലീപ്പറാണ് തിരിച്ചിങ്ങോട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് ട്രെയിനിൽ അങ്ങനെ കിടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാതിരാത്രി 2 മണിയായപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. അങ്ങനെ അനിയൻ വന്ന് വിളിക്കാൻ നമ്മൾ വരുന്ന വഴിക്ക് ഒരു പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നു. രാത്രി കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.